പ്രതിപക്ഷ നേതാവ് അടക്കം ആരോഗ്യ കേരളം വെന്റിലേറ്ററായി എന്നൊരു പ്രചാരണം സോഷ്യൽ മീഡിയയിൽ അടക്കം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? അത് 9.5 വർഷം മുമ്പുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കാരണം പറഞ്ഞാൽ ഒരു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ 2012 നടന്നിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. നിർഭാഗ്യവശാൽ രോഗി മരിച്ചുപോയി. ഞാനത് ഇന്ന് രാവിലെ പറയാതെ ഇരുന്നതാണ്, പക്ഷേ ചോദിച്ചതുകൊണ്ട് 9.5 വർഷം മുൻപ് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബുകൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. 9.5 വർഷം മുൻപ് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ചിന്തിക്കാൻ കഴിയുമെന്ന കാര്യമായിരുന്നില്ല ജില്ലാ ആശുപത്രിയിൽ. 9.5 വർഷം മുൻപ് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത്. എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ എത്തപ്പെട്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ക്യാൻസർ ചികിത്സയിലാണെങ്കിൽ കാർട്ടിസെൽ തെറാപ്പി. എന്താണ് കാർട്ടിസെൽ തെറാപ്പി? ക്യാൻസർ ഇല്ലാത്ത കോശങ്ങളെ കൊണ്ട് ക്യാൻസർ ഉള്ള കോശങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതാണ്. സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിനാണ് ചിലവ് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ക്യാൻസർ സെൻറ്ററിൽ, മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ഇന്നലത്തെ മന്ത്രിസഭ കൊച്ചിൻ ക്യാൻസർ സെൻറ്ററിന് തസ്തികൾ 159 തസ്തികൾ അനുവദിച്ചിരിക്കുന്നു. RCCയിലാകട്ടെ 14 പുതിയ ബ്ലോക്ക്, MCCയിൽ പുതിയ ബ്ലോക്ക്, അടിസ്ഥാന സൗകര്യങ്ങൾ നന്നായിട്ട് വളരെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസനമുണ്ടായി. അതുപോലെ ഈ രീതിയിൽ ചികിത്സാ സേവനങ്ങളും മെച്ചപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നത് 9.5 വർഷം മുൻപുള്ള കാര്യത്തെക്കുറിച്ച് ആണ്. അതിനെക്കുറിച്ച് ഈ പുതിയ വർഷം രാവിലെ ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്താണെന്നറിയോ, ജനങ്ങളാണിത് കാണുന്നത്, ജനങ്ങളാണ് ഇത്, അവർക്കാണ് അത് അനുഭവവേദ്യമാകുന്നത്. ആരെന്ത് പറഞ്ഞാലും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിർണയ ലാബ് നെറ്റ്വർക്ക്, കേരളത്തിലെ ലാബുകൾ മുഴുവൻ നമ്മൾ ബന്ധിപ്പിച്ചു. അപ്പോൾ അങ്ങനെ എത്രയോ കാര്യങ്ങൾ, അത് ജനങ്ങൾക്കുള്ള സമർപ്പണമാണ് സർക്കാരിൻ്റെ. അത് ഇനിയും തുടരും, അത് കൂടുതൽ വിനയത്തോടുകൂടി ഇനിയും തുടരും. എന്താക്ഷേപം പറഞ്ഞാലും ജനങ്ങൾക്കാണിത് അനുഭവവേദ്യമാകുന്നത് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അന്ന് പരാജയപ്പെട്ട കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സ്വകാര്യ മേഖലയിൽ 45-55 ലക്ഷം രൂപ ചെലവ് വരുന്നത് സൗജന്യമായോ മിതമായോ ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും നടക്കുന്നുണ്ട്. കോഴിക്കോട് നമ്മളിപ്പോൾ ഉടനെ തന്നെ അത് ആരംഭിക്കുകയാണ്. അവിടെ ഒരു ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ആരംഭിക്കാനായിട്ട് പോകുന്നു.